ശ്രീമന്നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 3. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃപാദേ ജാതാ ചേത് കിമിവ നഖിലഭ്യം തനുഭൃതാം മദീയക്ലേശൗഖ പ്രശമനദശാനാമകിയതി നകേകേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സ് ഭഗവാനെ ഭജിക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. വേദന കൊണ്ട് ഭക്തന്മാരായിട്ടുള്ളവർ ചുറ്റും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് പ്രദക്ഷിണം ചെയ്ത് സഞ്ചരിക്കുന്നത് കാണുമ്പോൾ വേറെ എവിടെയെങ്കിലും പോയി, ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും പോയി വിജനമായ സ്ഥലത്തിരുന്നാലോ എന്ന് വരെ ഭഗവാനോട് ചോദിച്ചു പോയി. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. തേ കൃപ ജാത ചേത്. തേ നിന്തിരുവടിക്ക്, കൃപ ദയ, ജാത ചേത് ഉണ്ടായി എങ്കിൽ, ഭഗവാന് കരുണ ഉണ്ടായി എങ്കിൽ, തനുഭൃതാം കിം ഇവ. തനുഭൃതാം ദേഹികൾക്ക്, അതായത് ദേഹമുള്ളവർക്ക്, ഇവിടെ മനുഷ്യർക്ക് എന്നുള്ള അർത്ഥം, എല്ലാ ജീവജാലങ്ങൾക്കും എന്നും അർത്ഥമെടുക്കാം. കിം ഇവ എന്തൊന്നാണ് നഖി ലഭ്യം ലഭിക്കുവാൻ പ്രയാസമുള്ളത്. ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ എന്താണ് ജീവജാലങ്ങൾക്ക്, ജീവനുള്ളവയ്ക്കെല്ലാം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? മദീയ ക്ലേശൗഖ പ്രശമനദശ. മദീയ എൻ്റെ, ക്ലേശൗഖ ക്ലേശങ്ങളുടെ കൂട്ടം തീർക്കുക എന്നത്, പ്രശമന തീർക്കുക എന്നത്, പ്രശമനദശ നാമകീയതി എത്ര നിസ്സാരം. ഇവിടെ എൻ്റെ ഈ ക്ലേശങ്ങൾ തീർക്കുക എന്നുള്ളത് ഭഗവാനെ സംബന്ധിച്ചോളം നിസ്സാരമായൊരു കാര്യമാണ്. അസ്മിൻ ലോകേ, അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ, കേ ഭവത് ഭക്ത നിന്തിരുവടിയുടെ ഏതേതു ഭക്തന്മാർ, അനിശം ശോകാഭിരഹിത എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ, മുക്തന്മാരായിട്ട് ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ചിട്ട്, അസക്ത ഒന്നിലും താല്പര്യമില്ലാതെ, സുഖഗതിം ന വിദധതേ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നു, സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. തനിക്കങ്ങനെ സ്വൈരമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം, എൻ്റെ ഈ രോഗം മൂലമുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർത്തു തരാൻ കരുണയുണ്ടാകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പറയുകയാണ്, ഭഗവാൻ ഇതൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും എന്താണ് കിട്ടാൻ പ്രയാസമുള്ളത്? ഭക്തന്മാരുടെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളെല്ലാം തീർക്കുക എന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്തിൽ ഭക്തന്മാർ എപ്പോഴും ദുഃഖരഹിതരായി, ദുഃഖമില്ലാത്തവരായി, മുക്തരായി, ഒന്നിലും താല്പര്യമില്ലാത്തവരായി സുഖമായിട്ട് സഞ്ചരിക്കുന്നു. അതുപോലെ
എൻ്റെ രോഗത്തെയും മാറ്റിത്തന്ന് എനിക്കും അവരെപ്പോലെ സ്വൈരസഞ്ചാരം നടത്താൻ ഉള്ള കഴിവുണ്ടാക്കി തരണേ ഭഗവാനെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.